മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ഒരു താരമാണ് നടൻ ദാവീദ്. ദാവീദിന്റെ വാർത്തകൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ടായിരുന്നു. വില്ലൻ കഥാപാത്രങ്ങളിലൂടെ എത്തിയ താരമായതുകൊണ്ടാണ് പ്രേക്ഷകർ കൂടുതലും ദാവീദിന്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നതെന്ന് പറയാം. എന്നാൽ ദാവീദിന്റെ വീട്ടിൽ ഒരു വിഷമ വാർത്തയാണ് പുറത്തുവരുന്നത്. സങ്കടത്തോടെ നിൽക്കുന്ന ദാവീദിന്റെ അടുത്തേക്കാണ് ആരാധകർ എത്തുന്നത്. എങ്ങനെയാണ് ഞങ്ങൾക്ക് ആശ്വസിപ്പിക്കേണ്ടതെന്ന് അറിയില്ല എന്ന് പ്രേക്ഷകർ എല്ലാവരും മറുപടി പറയുന്നു. ഒരു പോസ്റ്റിലൂടെയാണ് പ്രേക്ഷകർ ദാവീദിന്റെ സങ്കടത്തെക്കുറിച്ച് അറിയുന്നത്. എന്റിലെ നന്മകളെല്ലാം തിരിച്ചറിഞ്ഞ ഒരേ ഒരു വ്യക്തി, അതാണ് എൻ്റെ അമ്മച്ചി. അമ്മച്ചിയുടെ വേദന ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നു എന്നാണ് അമ്മയെക്കുറിച്ച് പറയുന്നത്. കുഞ്ഞുനാളിലെ ആര്യാസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് മസാല ദോശ വാങ്ങി തന്നിട്ട് അമ്മച്ചി നോക്കിയിരിക്കും. അമ്മച്ചിക്ക് വേണ്ടെന്ന് ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് വിശക്കുന്നില്ല, മോൻ കഴിച്ചോ എന്ന് പറയും. അപ്പോൾ ഞാൻ ഓർക്കും ശരിയായിരിക്കുമെന്ന്, അമ്മച്ചി പറഞ്ഞത് അങ്ങനെയായിരിക്കുമെന്ന്. പക്ഷേ അല്പം വളർന്നു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി 2 മസാല ദോശ വാങ്ങാനുള്ള സാമ്പത്തികമൊന്നും അമ്മച്ചിയുടെ കയ്യിലില്ലായിരുന്നു. അമ്മച്ചിയെക്കുറിച്ച് ഓർത്തു പറയുന്ന ദാവീദിൻ്റെ കുറിപ്പാണിത്. അമ്മച്ചിയുടെ വിയോഗ ദിവസം തന്നെ ഇത് എഴുതാൻ കഴിയുന്നത് വളരെയധികം വേദനപൂർവ്വമാണ് എന്ന് പറയുന്നു. അമ്മച്ചിയെ ഓർക്കാത്ത ഒരു ദിവസം പോലുമില്ല, ഒരു പ്രത്യേക ദിവസം വേണമെന്നുമില്ല. അത്രമാത്രമാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ദാവീദിനെ കുറിച്ചും ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. ആരാധകർക്ക് പ്രിയപ്പെട്ട താരമെന്ന് തന്നെ ദാവീദിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അമ്മച്ചിക്ക് അന്ന് സാമ്പത്തികമില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം വാങ്ങിത്തന്ന അമ്മച്ചി അത് നോക്കിയിരിക്കും. അമ്മച്ചിക്ക് അത് കാണുമ്പോഴാണ് മനസ്സ് നിറയുന്നത്. ഞങ്ങൾ കഴിക്കുന്നത് കാണുമ്പോൾ അമ്മച്ചിക്ക് പകുതി സമാധാനമാകും. അതാണെപ്പോഴും ചെയ്യാറുള്ളത്. അമ്മച്ചി ഒരു നുള്ളു പോലും പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിക്കുകയോ ഞാൻ വയറ് നിറച്ച് കഴിക്കുന്നത് നോക്കിയിരിക്കുകയും ചെയ്യും. പിന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ കഴിക്കുന്നതിൻ്റെ പകുതി അമ്മച്ചി കഴിക്കും. അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. വളർന്ന സ്വന്തം വരുമാനമായപ്പോൾ അമ്മച്ചി ഇഷ്ടം ചോദിച്ച് ഞാൻ വാങ്ങിക്കൊടുക്കുമായിരുന്നു. അച്ഛനും ഞാൻ വാങ്ങിക്കൊടുക്കും. 2 പേരെയും ഞാൻ അങ്ങനെ തന്നെയാണ് നോക്കിയത്. പൊന്നുപോലെ എനിക്ക് നോക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ നോക്കിയിരുന്നു. അപ്പോഴും വില കൂടുതൽ വരുന്നതൊന്നും അമ്മച്ചി പറയില്ല. വില നോക്കിയേ അമ്മച്ചി പറയുകയുള്ളൂ. എൻ്റെ മക്കൾക്ക് KFC വാങ്ങിയാലും പിസ്സ വാങ്ങിയാലും ബിരിയാണി, കേക്ക്, പേസ്ട്രി, ചോക്ലേറ്റ് എന്ത് വാങ്ങിയാലും ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും കൂടി വാങ്ങും. ഭാര്യയും കൂട്ടിയേ അത് വാങ്ങാറുള്ളൂ. ആ ശീലം എൻ്റെ അമ്മച്ചി പട്ടിണിയിരുന്ന് എന്നെ ഊട്ടിയത് വേദനയിൽ നിന്ന് ഉണ്ടായതാണ്. എനിക്കറിയാം അവർ എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടെന്ന്. അതുതന്നെയാണ് എല്ലാത്തിനും കാരണമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ദാവീദിൻ്റെ ഈ കുറിപ്പ് ഏറ്റെടുക്കുകയാണ്. എല്ലാ അമ്മമാർക്കും ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. ആ ശീലം എൻ്റെ അമ്മച്ചി പട്ടിണിയിരുന്നപ്പോൾ എനിക്ക് ലഭിച്ചതാണ്. നന്ദി അമ്മച്ചി. അധ്വാനിക്കാൻ പഠിപ്പിച്ചതിന്, ക്ഷീണമെന്ന വാക്കിനെ മറക്കാൻ പഠിപ്പിച്ചതിന്, നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിമറിച്ച് കുടുംബത്തിൻ്റെ ഇഷ്ടങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതിന്, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിന്, മൂത്തവരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചതിന്, എന്നിൽ എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് തന്നതിന്, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അതും എനിക്ക് എൻ്റെ അമ്മച്ചിയുടെ മകനായി ജനിച്ചാൽ മതിയെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് ഇപ്പോൾ പ്രേക്ഷകരടുത്ത്. അമ്മച്ചിയെ കുറെ കൂടി സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന മകനായി എന്നുമായി മാറാൻ എനിക്ക് സാധിക്കട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന എന്ന് ദാവീദിൻ്റെ കുറിപ്പിൽ തന്നെ പറയുന്നു. അത് വളരെയധികം സ്നേഹാർദ്രമായി തന്നെ പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.